ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബ് സ്കൂൾ പാഠപഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാഠം പഠിക്കുവാൻ ചിന്തിക്കുവാനുമായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ രാഷ്ട്രങ്ങൾ ഭാഗം 2 എന്നുള്ളതായ പാഠം വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് യാഗത്തെ എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, യാഗം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. യാഗം മനസ്സിലാക്കുന്നത്. പാഠം 6 യാഗം മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിന് ആസ്പദമായിട്ടുള്ളതായ വേദഭാഗങ്ങൾ യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 2 മുതൽ 15 വരെയുള്ളതായ വേദഭാഗം, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ളതായ വേദഭാഗം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വേദഭാഗം, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, ഹഗായി പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ളതായ വേദഭാഗം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ളതായ വേദഭാഗങ്ങളിലാണ് ഈ ആഴ്ചയിലെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠവാക്യം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യമാണ്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ശക്തീകരിക്കണം, അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഏഴകളായ അടിയങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. അങ്ങയുടെ തിരുവചനം പഠിച്ച നിശ്ചയമുള്ളവരായി അങ്ങയുടെ വരവ് വരെയും കർത്താവെ ശ്രദ്ധയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചികൻ കൊണ്ടുവരുന്നതായ സകല തന്ത്രങ്ങളിലും അകപ്പെടാതെ വണ്ണം അങ്ങയുടെ സ്വർഗദൂതന്മാരാൽ അടിയങ്ങളെ കാവൽ ചെയ്യണമേ. അടിയങ്ങളെ അവിടെ ശക്തീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം പഠിക്കുവാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ കൂടെ ഇരുന്ന അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ സകല ആഴമായ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങളുടെ കണ്ണുകളെ അവിടെ തുറക്കണം. അങ്ങയുടെ കരങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ സ്നാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാൻ ഈ വണ്ണം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയുകയാണ്. പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ഒരു വചനത്തിൻ്റെ സൂചന തന്നെ പഴയ നിയമകാലത്ത് അവർ നടത്തിയിരുന്നതായ ബലികളെ സൂചിപ്പിച്ചുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് അവർ അറുത്തുകൊണ്ടിരുന്നതായ ആട് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ സൂചിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ മശിഹായെ സൂചിപ്പിക്കുന്നു. ഒരു മശിഹ വരും, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരു മശിഹ വരും എന്ന ആ വാഗ്ദത്തമാണ്, ആ പ്രവചനമാണ് നമുക്കിവിടെ കാണുവാൻ, പ്രവചനത്തെ നിവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ നടന്നതായ സകല യാഗങ്ങളും അത് സൂചിപ്പിച്ചിരുന്നത്
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാനിരുന്നതായ മശിഹായെയാണ്, അല്ലെങ്കിൽ അത് സൂചിപ്പിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയാണ് അത് ചിത്രീകരിച്ചിരുന്നത്. വേദപുസ്തകം ഉടനീളം നാം പഠിക്കുകയാണ്. അവിടെയെല്ലാം മൃഗങ്ങളുടെ യാഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെല്ലാം മൃഗങ്ങളുടെ യാഗങ്ങളെക്കുറിച്ച് കാണുവാൻ, എന്നാൽ പഴയ നിയമത്തിലെല്ലാം മൃഗങ്ങളുടെ യാഗങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും. അത് പരാമർശിക്കാത്തതായ ഒരു പുസ്തകവും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ നിവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പുതിയ നിയമത്തിൽ യോഹന്നാൻ വെളിപ്പാടുകാരനായ യോഹന്നാൻ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ദർശനം ലഭിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിലാണ്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ യോഹന്നാൻ ദൈവസിംഹാസനത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. അവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ കർത്താവായ യേശുവിൻ്റെ ഈ ദർശനം തിരുവചനത്തിലുള്ള സകല പ്രവചനങ്ങൾക്കുള്ളതായ ഒരു അറിവ്, ഒരു ജ്ഞാനം നമുക്ക് പകർന്നു നൽകുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അറിവ് പകരുന്ന യാഗത്തിൻ്റെ പ്രമേയം നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസന മുറിയിലെ രംഗത്തിൽ യഥാർത്ഥ സഹായകനാണ്. കർത്താവായ യേശു ക്രിസ്തു മുദ്ര പൊട്ടിക്കുവാൻ അല്ലെങ്കിൽ മുദ്ര തുറക്കുവാൻ യോഗ്യനായി തീർന്നത്, അവൻ്റെ അതുല്യമായ യോഗ്യത യാഗാദി കർമ്മങ്ങളിലൂടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചിന്താഗതി പ്രകടമാക്കും. മുൻകാലങ്ങളിൽ ചെയ്തു പോരുന്നതായ യാഗാദി കർമ്മങ്ങളിലൂടെ എന്താണ് അത് വെളിപ്പെടുത്തിയിരുന്നതെന്ന് നമ്മൾ പഠിക്കുന്നു. തന്മൂലം ഇന്ന് ജീവിച്ചിരിക്കുന്നതായ നാം ഓരോരുത്തരെയും ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കും. ഞായറാഴ്ചത്തിലെ പാഠം ഈ ഒരു കാര്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന പാഠം അത് ഒന്ന്, മുൻകാലങ്ങൾ ചെയ്തു പോരുന്നതായ സകല കാര്യങ്ങളും യാഗാദി കർമ്മങ്ങൾ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തെ പ്രതിനിധാനം ചെയ്തു. വേദപുസ്തകം പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ മൃഗങ്ങളുടെ യാഗങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. യോഹന്നാൻ ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ സിംഹാസന മുറിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുന്നു. ഈ ഒരു അറിവ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് സകല പ്രവചനങ്ങളും മനസ്സിലാക്കുവാനുള്ളതായ ഒരു താക്കോലാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ, യാഗം കർത്താവിനെ എങ്ങനെ സൂചിപ്പിക്കുന്നു, യാഗ കർമാദികളുടെ എന്താണ് നാം പ്രാപിച്ചത്, കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയുള്ളതാണ് എന്ന് ഉള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയും? ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. വ്യർത്ഥമായ യാഗം. ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ 2 രീതിയിലുള്ളതായ യാഗങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് ദൈവത്തിന് പ്രസാദമായ യാഗം, ഒന്ന് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത യാഗം. ചില സന്ദർഭങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് നിങ്ങളുടെ ആരാധന രീതികളും നിങ്ങളുടെ യാഗങ്ങളും തടിച്ച കൊഴുത്ത മൃഗങ്ങൾ കൊണ്ടുള്ളതായ നിങ്ങളുടെ ബലികളൊന്നും ഇനി ഞാൻ സ്വീകരിക്കുകയില്ല, അംഗീകരിക്കുകയില്ല, എനിക്കതിൽ പ്രസാദമില്ല എന്ന്
ദൈവം പറയുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 15 വരെ നാം വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് ഈ വണ്ണം പറയുകയാണ്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സ്വദോം പോലെയാകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശമാകുമായിരുന്നു. സ്വദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ, ഗൊമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ ഹനനയാഗങ്ങളും ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയും കുഞ്ഞാളുടെയും കോലാട്ടു കൊറ്റന്മാരുടെയും രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബദും സഭായോഗം കൂടുന്നതും നീതികേട് ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസ്യകളും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. ദൈവ വചനം അനുസരിക്കാതെ, ദൈവം നമ്മോട് പറഞ്ഞതായ വിധിപ്രകാരം ചെയ്യാതെ ദൈവം ഒരു യാഗത്തിലും പ്രസാദിക്കുകയില്ല. നാം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സേവിക്കണം, എങ്കിലേ നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുകയുള്ളൂ. സത്യമുള്ളവരായിരിക്കണം. ദൈവത്തെ സേവിക്കുവാൻ നാം കടന്നു ചെല്ലുമ്പോൾ നാം വിശുദ്ധിയോടുകൂടെ നാം കടന്നു വരണം. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ അഭിമുഖമായി കാണുവാൻ പോയതായ സമയം, സീനായ് മലയോട് അടുക്കുന്നതായ സമയം, അതിന് 3 ദിവസം മുമ്പേ മോശയ്ക്ക് എല്ലാവിധമായ അരുളപ്പാടുകളും കൊടുത്തിരുന്നു. അവര് 3 ദിവസം കുളിച്ച് ശുദ്ധിയുള്ളവരായിരിക്കണം, വസ്ത്രമലക്കി ശുദ്ധിയുള്ളവരായിരിക്കണം. അവര് ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ വിശുദ്ധിയുള്ളവരായി വേണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനെന്ന് മോശയോട് ദൈവം പറഞ്ഞു. കാരണം ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ്, വെളിച്ചത്തിന് നടുവിൽ വസിക്കുന്നവനാണ്. അനീതി ദൈവസന്നിധിയിലില്ല. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തോട് അടുത്ത് വരുന്നവൻ വിശുദ്ധനായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഞാനൊരു നിമിഷം നിങ്ങളുടെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ നീക്കിക്കളയണം, ആഭരണങ്ങളൊക്കെ നീക്കിക്കളയണം എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയും.
അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ വിശുദ്ധിയോടെ നാം കടന്നു വന്നില്ല എങ്കിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന വിധത്തിൽ നാം കടന്നു ചെല്ലുന്നില്ല എങ്കിൽ ദൈവം നമ്മുടെ ആരാധന കൈക്കൊള്ളുകയില്ല, ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുകയില്ല. യാക്കോബ് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നതായ സമയം തൻ്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച നിങ്ങളുടെ ആഭരണങ്ങളൊക്കെ നീക്കിക്കളയണം. നിങ്ങൾ വസ്ത്രം മാറി കുളിച്ച് വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു പോകണം. നമ്മൾ നാളെ ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള അന്യദേവന്മാരെയൊക്കെ നീക്കിക്കളയണം എന്ന് യാക്കോബ് തൻ്റെ മക്കളോടും ഭാര്യമാരോടും പറയുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവം നമ്മളോട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ വേണം ദൈവത്തെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ ആ യാഗം ദൈവം സ്വീകരിക്കത്തില്ല. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം അനുസരിക്കണം, ആ ന്യായപ്രമാണത്തിൻ്റെ വിധി പ്രകാരം വേണം നിങ്ങൾ യാഗം കഴിക്കാൻ. അത് ദൈവം പറഞ്ഞിരുന്നതായ രീതിയാണ്. അന്യഗ്നി കൊണ്ടുവന്നാലും പ്രശ്നമാണ്. ദൈവം പറഞ്ഞിരിക്കുന്ന വിധത്തിൽ തന്നെ ചെയ്യണമെന്ന് ഇസ്രായേൽ മക്കളോട് ദൈവം ഉപദേശിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 56-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ താരതമ്യമായി പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വേറൊരു കാര്യമാണ്. ആദ്യം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ്, നിങ്ങളുടെ ആ അമാവാസിയും ശബത്ത് അനുസരിക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും 56-6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പ്രവത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവിടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ യാഗങ്ങളെ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളുകയുള്ളൂ. അതല്ലാതെ നാം എത്ര വട്ടം പ്രാർത്ഥിച്ചു എന്നും നാം മുട്ടിമേലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയില്ല. ദൈവം കേൾക്കുന്നത് മനസ്താപമുള്ള ഹൃദയം, താഴ്മയുള്ള ഹൃദയം. അങ്ങനെയുള്ള ഹൃദയത്തിലെ ദൈവം വസിക്കുകയുള്ളൂ. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ഹൃദയം ശുദ്ധിയുള്ളവരായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവരായി ദൈവത്തോട് പറഞ്ഞു. ഹൃദയത്തിൽ പല അസൂയകളും പല അനാവശ്യ ചിന്തകളും നാം കൂട്ടിവെച്ചിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോയാൽ യാതൊരു നേട്ടവും ഉണ്ടാകുകയില്ല. വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിൽ ചെന്നുവെങ്കിൽ മാത്രമേ ദൈവം യാഗം സ്വീകരിക്കുകയുള്ളൂ. സങ്കീർത്തനം 51:17 നാം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സും തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹൃദയം തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയം, അതായത് ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഹൃദയവേദനയോടുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, മനസ്സോടുകൂടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ താഴ്മയും മനസ്താപമുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പറയുന്നത്. കാരണം നമ്മളെല്ലാവരും പാപികളാണ്. നമ്മളാരും നീതിമാന്മാരില്ല, വിശുദ്ധരില്ല. നമ്മെ വിശുദ്ധീകരിക്കുന്നവൻ യഹോവയാണ്. യഹോവയുടെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുവെങ്കിൽ മാത്രമേ അവൻ നമ്മെ വിശുദ്ധീകരിക്കുകയുള്ളൂ. താഴ്മയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയം പാപം കൊണ്ട് നിറഞ്ഞതാണ് എങ്കിലും
ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നാം കടന്നു ചെല്ലുക, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദകരമായിരിക്കും. പഴയ നിയമ കാലത്തേക്ക് നാം കടന്നു പോകുമ്പോൾ ആദ്യമായി അവിടെ 2 യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് കായിൻ്റെ യാഗം, 2 ഹാബേലിൻ്റെ യാഗം. ഈ 2 യാഗത്തിൽ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം ദൈവം പറഞ്ഞ രീതിയിലല്ല അവൻ യാഗം കഴിച്ചത്. ദൈവം ആദാമിന് കൊടുത്തതായ നിർദ്ദേശപ്രകാരം ഹാബേൽ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലിനെ കൊണ്ടുവന്ന് യാഗം സമർപ്പിച്ചപ്പോൾ ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. കാരണം ഹാബേൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പാപക്കറ കഴുകിക്കളയുവാനുള്ള ശ്രമതാണ്, അല്ലെങ്കിൽ മശിഹായിലുള്ള വിശ്വാസമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവ കൽപ്പന ലംഘനം പാപമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് വിശുദ്ധ രക്തമായിരിക്കണം. ഇപ്പോൾ മുൻകാലങ്ങളിൽ ചെയ്ത യാഗങ്ങളൊക്കെ മശിഹായെ സൂചിപ്പിച്ചുകൊണ്ടുള്ള യാഗമാണ്. ആ യാഗം കഴിക്കുമ്പോൾ എന്തിന് ചെയ്യുന്നു എന്ന അതിൻ്റെ അർത്ഥം ശരിയായ വണ്ണം ഗ്രഹിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അല്ല ചുമ്മാ വന്ന് ഓടി നടന്ന് പാവം ചെയ്തിട്ട് ചുമ്മാ ഒരാടിനെ കൊണ്ടുവന്ന് ഒന്ന് അവിടെ യാഗം ചെയ്തിട്ട് ദൈവം പ്രസാദിക്കില്ല. ദൈവം പ്രസാദിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരം നാം ചെയ്യുമ്പോഴാണ്. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ അലംഭാവത്തോടെ ജീവിച്ചു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അതിനുശേഷം ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ കടന്നു വന്നു. അതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു ആചാരപരമായി ഇന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു ആചാരം നടത്തുവാൻ തക്കവണ്ണം കടന്നു വന്നു. അത് ദൈവം ഒരിക്കലും സ്വീകരിക്കുകയില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ ചില ആൾക്കാർ ശനിയാഴ്ച പള്ളി വരും, ബൈബിളും പാഠപുസ്തകവും ഒക്കെ ആയിട്ട് പള്ളി വരും. അത് ഒരു ആചാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്താണെന്ന് മനസ്സിലാക്കി നാം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന ദൈവം കൈക്കൊള്ളുകയുള്ളൂ, ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. ആ ഒരു രീതിയിലുള്ളതായ ആരാധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അലംഭാവത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാതെ സന്തോഷത്തോടുകൂടെ ഇത് ദൈവത്തിൻ്റെ ദിവസം, അതിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം നാം കടന്നു വരണം. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ, വ്യർത്ഥ സംസാരത്തിൽ നേരം നോക്കാതെ യഹോവയുടെ ദിവസത്തിൽ നീ പ്രമോദിക്കണം, നീ സന്തോഷിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മെ അനുഗ്രഹിക്കുള്ളൂ. ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് യഹോവയെ സന്തോഷിക്കണം. ഈ ശബത്തിൽ കാലടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരിടത്ത് പോയി കുത്തിയിരിക്കാനല്ല പറഞ്ഞത്. അന്ന് നീ ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കണം. ആത്മീയ ചിന്തയോടുകൂടെ നീ ഇരിക്കണം. ദൈവവുമായിട്ട് ഒരു സമ്പർക്കം നിനക്കുണ്ടായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെയിലുറയ്ക്കുമ്പോൾ കർത്താവ് കടന്നു വന്ന് ആദാമിനോടും അവയോടും എങ്ങനെ സമ്പർക്കം പുലർത്തിയോ അതുപോലെ ഓരോ വിശുദ്ധ ശബത്തുകളിലും ദൈവത്തോട് നാം സമ്പർക്കമുള്ളവരായിരിക്കണം. ഓരോ ദിവസവും ദൈവത്തോട് നാം സമ്പർക്കമുള്ളവരായിരിക്കണം. ദൈവഭക്തിയോടുകൂടെ ജീവിക്കണം. ദൈവഭക്തിയോടുകൂടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം. ഒരുപക്ഷെ ഈ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം വീഴിക്കുന്നത് ശരിയോ തെറ്റോ? ഒരുവൻ ചെയ്തതായ തെറ്റിന് വേണ്ടി ഒന്നും അറിയാത്തതായ ഒരു മൃഗത്തെ നാം യാഗം കഴിക്കുന്നു. അതെത്ര നികൃഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര ലജ്ജകരമായിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര ക്രൂരമായിട്ടുള്ളതായ ഒരു കാര്യമാണ്. അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നാം പാപികളായിരുന്നപ്പോൾ, അന്ധകാരത്തിൽ നാം അമർന്നു പോയപ്പോൾ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് മറിവിലയാകുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് എത്രയോ ക്രൂരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മുൻകാല യാഗങ്ങളൊക്കെയും സൂചിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തെയാണ്. ആ യാഗങ്ങൾ ശരിയായ വണ്ണം നാം അനുഷ്ഠിച്ചില്ലെങ്കിൽ അതിൽ യാതൊരു അർത്ഥവും ഉണ്ടാകത്തില്ല. കാരണം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം അതൊരു സൂചന മാത്രമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്കുള്ളതായ ഒരു വഴികാട്ടികൾ മാത്രമായിരുന്നു. ആ രക്തം കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ യാഗം കഴിക്കുന്ന മനുഷ്യന് പാപബോധമുണ്ടായി അവൻ ആ യാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ മശിഹായെ അവൻ ചിന്തിക്കുന്നുവെങ്കിൽ, മശിഹായിലുള്ള വിശ്വാസം അർപ്പിച്ച് അവൻ ചെയ്യുന്നുവെങ്കിൽ അതിൽ പ്രയോജനം ചെയ്യും. കാരണം കർത്താവായ യേശുവിൻ്റെ രക്തമാണ് സകല പാപങ്ങളെയും പോക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 10 വരെ നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറയുന്നു: ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകും. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയും. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മറിച്ച് അത് കർത്താവായ യേശുക്രിസ്തുവിലോട്ടുള്ളതായ ശിശുപാലകനായി ഭവിച്ചു എന്നാണ്, അല്ലെങ്കിൽ വഴികാട്ടിയായിരുന്നു. കർത്താവായ യേശുവിൻ്റെ മരണത്തെ സൂചിപ്പിച്ചിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ മുൻപ് ചെയ്തു പോന്നിരുന്നതായ ഓരോ യാഗങ്ങളും ആ യാഗം നടത്തുന്ന വ്യക്തി, ആ യാഗം അർപ്പിക്കുന്ന വ്യക്തി അതിൽ കർത്താവായ
അല്ല, അതിൽ മശിഹായുടെ മരണത്തിലുള്ള വിശ്വാസം ഹൃദയത്തിലില്ല എങ്കിൽ ആ യാഗം കൊണ്ട് യാതൊരു അർത്ഥമില്ല. അതെല്ലാം മശിഹയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു. മശിഹയെയാണ് അത് സൂചിപ്പിച്ചിരുന്നത് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ യാഗകർമ്മങ്ങളൊക്കെ ഇന്ന് നമ്മൾ ട്രെയിന് പോകുവാൻ ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ്. നമ്മുടെ യാത്ര കഴിഞ്ഞ ശേഷം ആ ടിക്കറ്റിന് പിന്നെ യാതൊരു വിലയുമില്ല, യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ യാഗങ്ങൾ അത് സൂചിപ്പിച്ചിരുന്നതായ കാര്യം നിവൃത്തിയായി കഴിയുമ്പോൾ പിന്നെ യാഗങ്ങൾക്കൊരു വിലയും ഉണ്ടാകത്തില്ല. കാരണം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ സൂചിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു വന്ന് കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി മേൽ തൊട്ട് അടിവരെ ചീന്തിപ്പോയി എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. മർക്കോസിന് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 38-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം, ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി ചീന്തിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് വരെ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒന്നായി തീർന്നു. അതുകൊണ്ട് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? സന്തോഷത്തോടു കൂടെ ക്രിസ്തുവിൻ്റെ കൃപാസനത്തിനടുക്കലേക്ക് കടന്നു വരാൻ ദൈവം വഴിയൊരുക്കി. പിതാവുമായിട്ട് ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. കർത്താവായ യേശു ക്രിസ്തു കൊണ്ടുവന്നുവെന്ന് നമുക്ക് കാണുവാൻ. ക്രിസ്തുവിൻ്റെ യാഗം, പരമമായ യാഗം, പിതാവുമായി മാനവരാശിയെ ഒട്ടിച്ചു ചേർത്തു. അതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന ദൈവം തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് യാഗം കൊണ്ട് യാതൊരു കാര്യവും നമുക്ക് നേടുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എബ്രായ ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. ന്യായപ്രമാണം 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിൻ്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യാഗം കഴിക്കുന്നത് നിന്നു പോകും. കർത്താവായ യേശു ക്രിസ്തു കാൽവറി യാഗമായി തീർന്നപ്പോൾ അന്ന് വരെ കർത്താവായ യേശുവിനെ സൂചിപ്പിച്ചതായ സകല കാര്യങ്ങളും നിന്നുപോയി. പിന്നീട് യാഗം കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധിയോടുകൂടെ നാം കടന്നു വരിക. കർത്താവായ യേശുവിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം കടന്നു വരിക. ദൈവത്തിലൂടെ പിതാവ്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ സ്വീകരിക്കും, നമ്മിൽ പ്രസാദിക്കും. ആ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ചൊവ്വാഴ്ച പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പെസഹ കുഞ്ഞാട്. ചൊവ്വാഴ്ച പാഠം പെസഹ കുഞ്ഞാട്. വെളിപ്പാട് പുസ്തകം യേശുവിനെ കുഞ്ഞാട് എന്ന് 30 തവണ വർണ്ണിച്ചിരിക്കുന്നു. പഴയ നിയമകാലം മുതൽ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ദൈവജനം കുഞ്ഞാടിനെ വരുവാനുള്ള മശിഹയുടെ പ്രതിരൂപമായി കണ്ടിരുന്നു.
അങ്ങനെ കണ്ട് യാഗം സമർപ്പിച്ചവരുടെ യാഗം മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഹാബേൽ അങ്ങനെയുള്ള ഒരു യാഗമാണ് ഹാബേൽ ചെയ്തത്. അതുകൊണ്ടാണ് ഹാബേലിൽ ദൈവം പ്രസാദിച്ചത്. ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ ഒന്നിനെ യാഗമായി സമർപ്പിച്ചു. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതായ സമയത്ത് ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളെ വീണ്ടെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാടിനെ കൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരുടെ മനുഷ്യരിലുള്ളതായ കടിഞ്ഞൂലിനെയും മൃഗങ്ങളിലുള്ളതായ കടിഞ്ഞൂലിനെയും 1 വയസ്സ് പ്രായമുള്ള 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുക്കണമെന്ന് അവരോട് കൽപ്പിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തരും തിന്നുന്ന ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അത് അവിടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 11 വരെ, യെശയ്യാപ്രവചനം 53:7, 8, 1 കൊരിന്ത്യർ 5:7, വെളിപ്പാട് 5:6 ഈ വാക്യങ്ങളെല്ലാം കർത്താവായ യേശുവിനെ പെസഹ കുഞ്ഞാടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ, ഉയർപ്പിനെ, സ്വർഗാരോഹണത്തെ ചിന്തിച്ചുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ഈ വണ്ണം പറയുകയാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളിയും പൊന്നും വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1:18-19 വാക്യങ്ങളാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിൽ നാം എല്ലാവരും പരാജയപ്പെട്ടുപോയി. ദൈവവചനം പറയുന്നത് നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ ശോധന ചെയ്യുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യരൊക്കെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതെ രക്ഷപ്പെടുവാൻ വഴിയില്ലാതെ എല്ലാ പഴുതുകളും അടഞ്ഞ ചേറ്റിലെ കുഴിയിൽ താണുകൊണ്ട് ഇരുന്നതായ അവസ്ഥയായിരുന്നു. അന്ധകാരത്തിൽ അമർന്നുകൊണ്ടിരുന്നതായ അവസ്ഥയാണ്. അവന് വെളിച്ചം കാണുവാനുള്ളതായ ഒരു അവസരവുമില്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്നതായ അവസ്ഥയായിരുന്നു മാനവരാശിക്ക്. മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നു, പാപത്തിൻ്റെ ശമ്പളമായ മരണം. അങ്ങനെയുള്ള മാനവരാശിയെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടം തോന്നി. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു സ്വർഗം വെടിഞ്ഞു മനുഷ്യരൂപത്തിലായി, ജഡരൂപത്തിലായി
നമ്മെപ്പോലെ ഈ ലോകത്ത് വന്ന് ജീവിച്ചു. അവൻ വിശുദ്ധനായി ജീവിച്ചു. അങ്ങനെ ദൈവ ഹിതത്തിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു, വിശുദ്ധനായി ജീവിച്ചു. ദൈവത്തിൻ്റെ യഥാർത്ഥമായ സ്നേഹത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പാപികളായ നാം ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കേണ്ടതായ രീതിയിൽ പ്രതിഫലിപ്പിച്ചില്ല. അതാണ് ശരിയായിട്ട് നമുക്ക് കാണുവാൻ. ദൈവ സ്വഭാവത്തെ, നമ്മുടെ സൃഷ്ടിതാവിൻ്റെ സ്വഭാവത്തെ, നമ്മുടെ സൃഷ്ടിതാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ ജീവിതം തെറ്റായ രീതിയാണ് നാം ലോകത്ത് കാഴ്ചവെച്ചത്. ഒന്നാം ആദം പരാജയപ്പെട്ടിടത്ത് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്ന് അവസാനത്തെ ആദമായി രൂപപ്പെട്ടു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മികമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മികം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ ആദമായി വന്ന് നമ്മൾ പരാജയപ്പെട്ട സ്ഥാനത്ത് അവൻ പൂർണ്ണമായി വിജയം പ്രാപിച്ചു. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായി പിതാവിൻ്റെ സ്നേഹത്തെ, പിതാവിൻ്റെ സ്വഭാവത്തെ ലോകത്ത് പ്രതിഫലിപ്പിച്ചു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പോസിനോട് ചോദിച്ചു. ഫിലിപ്പോസ് കർത്താവായ യേശുവിനോട് പറഞ്ഞു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ ഫിലിപ്പോസിനോടായിട്ട് ദൈവം പറയുക, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും എന്ന് പറയുകയാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ പിതാവിൻ്റെ സ്നേഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് പെസഹ കുഞ്ഞാടായി അറക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഒന്നാം ആദാം പരാജയപ്പെട്ടിടത്ത് അവസാനത്തെ ആദാം വിജയം പ്രാപിച്ചു. പൂർണ്ണമായി ദൈവ സ്വഭാവത്തെ ലോകത്തിൽ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യേശു ദേവാലയത്തിൽ ദൈവവും മാനവരാശിയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം അറ്റുപോയ ശേഷം വീണ്ടെടുപ്പിനുള്ളതായ വഴി ദൈവം തുറന്നു. നമുക്കറിയാം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമായ കാര്യം ദൈവത്തിന് നമ്മോടുകൂടെ വസിക്കണം എന്നായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ അവിടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിയണം. അങ്ങനെ അവർ ഒന്നാമതായിട്ട് ദൈവത്തിന് ഒരു ആലയം പണിതു, ഒരു കൂടാരം പണിതു. അതിൽ ദൈവം വസിച്ചിരുന്നു. അവരെ പോകുന്ന വഴികളിലൊക്കെയും ദൈവം അവരെ നയിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണുകളുമായി അവരുടെ മുന്നിൽ നടന്നിരുന്നു. കാരണം ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അനീതി എവിടെയുണ്ടോ അവിടെ ദൈവം ഒരിക്കലും വസിക്കുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധിയോടുകൂടെ കടന്നു വരണം. പാപം നിമിത്തം കടന്നു വരികയാണ്, തീർച്ചയായും അത് നാശത്തിന് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം. നാം വെളിച്ചമുള്ള പിതാവിൻ്റെ അടുക്കലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് വേണം ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുവാൻ. ഇവിടെ
സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും എന്ന് പറയുകയാണ്. അപ്പോ ദൈവത്തിന്റെ കൃപ കൂടാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ നാം താഴ്മയുള്ളവരായിരിക്കണം. നാം നമ്മെ തന്നെ, നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മെ ദൈവം തൻ്റെ കൃപയോടെ ബഹുത്വത്താൽ നിറയ്ക്കും. അങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയും. മോശ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ മോശയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. മോശ ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇത് നമുക്ക് ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തോട് കൂടുതലായി നാം അടുത്തു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളോട് അടുത്തു വരും. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമുക്ക് പ്രാപിക്കും. അതുകൊണ്ട് വചനം പറയുക, അവൻ സമീപത്താകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം എന്ന് പറയുകയാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെ നാം വായിക്കുമ്പോൾ, രണ്ടാമത്തെ ദേവാലയം പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ഹഗ്ഗായി പ്രവചനം നടത്തുന്നത്. ഒന്നാമത്തെ ദേവാലയം നശിപ്പിച്ചു കളഞ്ഞു. രണ്ടാമത്തെ ദേവാലയം പണിയുവാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഹഗ്ഗായി പ്രവചനം പറയാ, രണ്ടാമത്തത് ഒന്നാമത്തതിനേക്കാൾ മഹത്വമേറിയതായിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ ഉന്നതമുള്ളതായിരിക്കും എന്ന് ഹഗ്ഗായി പ്രവചിക്കുകയാണ്. ഹഗ്ഗായി പ്രവാചകൻ പ്രവചിക്കുകയാണ്. എങ്ങനെയാണ് രണ്ടാമത്തെ ദേവാലയം ഒന്നാമത്തിനേക്കാൾ വലുതായിരിക്കുന്നത്? കാരണം ഒന്നാമത്തെ ദേവാലയം അത് ദൈവസന്നിധിയിൽ പ്രദർശിച്ചപ്പോൾ തന്നെ അത് പുക കൊണ്ട് നിറഞ്ഞു, ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് പുരോഹിതന്മാർ ആർക്കും അതിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കടക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒന്നാമത്തെ ആ കൂടാരത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. അവിടെ ഷെയ്ക്ന ഗ്ലോറി അല്ലെങ്കിൽ ഷെയ്ക്ന എന്ന തേജസ് ഉണ്ടായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുമായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന. രണ്ടാമത്തെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ 10 കൽപ്പന ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം യെരമ്യാ പ്രവാചകൻ 10 കൽപ്പന എടുത്ത് രഹസ്യമായി വെച്ചിരുന്നത് കൊണ്ട് അവിടെ 10 കൽപ്പന ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും രണ്ടാമത്തെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ തേജസ് പോലും അവിടെ ഇറങ്ങിയിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ദേവാലയം മഹത്വമുള്ളതായി തീർന്നു എന്ന് പറയാൻ കാരണം അവിടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ദേഹരൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. യെരുശലേമിലെ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ദേവാലയം മറ്റേ ദേവാലയത്തെക്കാൾ മഹത്വമുള്ളത് എന്ന് പറയുവാൻ കാരണമായി തീർന്നത്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും. ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, ദൈവം നമ്മോട് കൂടെ. അപ്പൊ രണ്ടാമത്തെ ദേവാലയത്തിൽ ദൈവം മനുഷ്യരൂപത്തിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മശിഹ ദേവാലയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ ദേവാലയം ഏറ്റവും മഹത്വകരമായി തീർന്നത്. കാരണം അവിടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കി, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു, പ്രതികൂലത്തിലായിരുന്നവരെ അവൻ സഹായിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദുഃഖത്തിലായിരുന്നവർക്ക് അവൻ സമാധാനമായി തീർന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം
കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ സാധിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അന്ന് അവിടെ ആ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാവർക്കും പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കർത്താവ് പ്രത്യക്ഷമായി എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1:21 വാക്യം അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയും. അപ്പോൾ രണ്ടാമത്തെ ദേവാലയത്തിൽ മശിഹാ ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ദേവാലയത്തെ മഹത്തരമാക്കിയത് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. കാൽവറി ക്രൂശ് ദൈവത്തിൻ്റെ സ്നേഹത്തെ മാനവരാശിക്ക് വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാകയാൽ. തിരുവചനം നാം പഠിക്കുമ്പോൾ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തെ ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ദർശനത്തിലൂടെ അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ എത്തപ്പെട്ടിട്ടുണ്ട്. എസേക്കിയേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന്മേൽ ഒരു നാദം പുറപ്പെട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിൻ്റെ കാഴ്ച പോലെ സിംഹാസനത്തിൻ്റെ രൂപവും സിംഹാസനത്തിൻ്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സദൃശത്തിലൊരു രൂപവും ഉണ്ടായിരുന്നു. അവൻ്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണ്ണ പോലെ ഞാൻ കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിൻ്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. ഇവിടെ എസക്കിയേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുക്കൽ ദർശനത്തിൽ ചെല്ലുന്നതായ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്തതായിട്ട് യെശയ്യാ പ്രവാചകൻ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് ദർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ ഭാഗം വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറവുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തിനോട് ഒരുത്തൻ സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്പരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളുടെ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായിക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകർത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ വെളിപ്പാട് പുസ്തകം 4-5 വാക്യങ്ങളിൽ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇവിടെ ഈ 3 പുസ്തകത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാരെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് ദർശനത്തിൽ വിളിച്ചു കൊണ്ടുപോകുന്നതായ ഭാഗങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ആമോസ് പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്നാണ്. അവിടെ കർത്താവ് തൻ്റെ പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് താൻ ചെയ്യുവാൻ പോകുന്ന ഓരോ കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അത് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പം ഈ 3 ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ
ദൈവം ദൈവസിംഹാസനത്തിൻ്റെ ദർശനം കാണിക്കുകയാണ്. ദൈവസിംഹാസന ദർശനം കാണിക്കുകയാണ്. അങ്ങനെ ആ ദർശനത്തിലൂടെയാണ് ദൈവം വരുവാനുള്ളതായ സംഭവങ്ങൾ ലോകത്തോട് അറിയിക്കുന്നത്. അവിടെ അവരുടെ ഓരോ ബലഹീനതയ്ക്കും ദൈവം തുണ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപ കൂടാതെ ഒരു മനുഷ്യനും ദൈവത്തോട് അടുക്കുവാൻ കഴിയുകയില്ല. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തെ നാം മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ച്, നമ്മുടെ ബലഹീനതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടാകുന്നു. തെറ്റ് എന്താണെന്നും നാം യോഗ്യരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോഴാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മാനവരാശിയെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചേരുവാൻ കഴിയുകയില്ല. മനുഷ്യനെ നേരായ പാതയിൽ നയിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു നിക്കോദെമോസിനോടായിട്ട് ഈ വണ്ണം പറഞ്ഞത്, നീ വെള്ളത്താലും ആത്മാവിനാലും സ്നാനം കഴിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. കാരണം ആത്മാവ് നമുക്ക് വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കില്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. കാരണം നാം പാപികളാണ്. പാപത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ദൈവ ആത്മാവ് നമ്മിൽ ഉണ്ട് എങ്കിൽ അവൻ ന്യായപ്രമാണത്തിൻ പ്രകാരം നമ്മെ നീതിയുടെ വഴിയിൽ നമ്മെ നയിക്കും. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ നയിക്കും. ആത്മീയപരമായി നാം ജീവിക്കും. എങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നമുക്കതാണ് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ അല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നതായ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് കെരൂബുകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ദർശനമാണ്. അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണമാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണമാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണമാണ്. യഥാർത്ഥത്തിൽ നാം ആ വലിയ കൃപയിൽ നിന്ന് നാം വീണുപോയി. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും നമ്മെ ആ ഒരു പദവിയിലേക്ക് പുനഃസ്ഥാപിച്ചു. ആ ഒരു പദവിയിലേക്ക് നമ്മെ പുനഃസ്ഥാപിച്ചു. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും സേവിക്കുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നെ നാം പാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ പിതാവിനെ സ്തുതിക്കേണ്ടവരായി, പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കോണം നാം വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിലൂടെ നാം ആ യോഗ്യത പ്രാപിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പിതാവിനോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ ആവശ്യമാണ്. പിതാവിനും മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവം സ്വേച്ഛാധിപതിയാണ്. ദൈവം ക്രൂരനാണ്. അതുപോലെ അനേക കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് സാത്താൻ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ പരത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയോട് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ
നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ താല്പര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ ഇടയായത്. ആയതിനാലാണ് വെളിപാട് പുസ്തകത്തിൽ അറക്കപ്പെട്ടതായ കുഞ്ഞാടിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ ആ പരമമായ യാഗം അത് ഈ ലോകത്തിലെ സകല ദുഷ്ടതയെ അമർച്ച ചെയ്ത് വിജയം പ്രാപിപ്പാൻ തക്കവണ്ണം അത് ശക്തിയുള്ളതാണ്. ദൈവത്തിൽ നാം പൂർണ്ണമായി വിശ്വസിച്ചാൽ ഈ ലോകത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയും. സാത്താൻ്റെ സകലവിധമായ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയും. ക്രൂശിലെ മരണം സാത്താനെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞു. യേശുവിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു തന്ത്രങ്ങളും നമ്മളെ തകർക്കുകയില്ല. കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായി നാം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന വെള്ളിയാഴ്ചത്തെ ഭാഗം നമ്മെ വെളിപ്പെടുത്തുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവായ യേശുവിനരികിലേക്ക് നാം കടന്നു ചെല്ലുക. അവൻ നമ്മുടെ സകലവിധമായ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് വെടിപ്പും വെണ്മയുള്ളവരായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവരും. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ നയിക്കും. ആ ദിവ്യ കരങ്ങളിൽ നമുക്ക് നമ്മുടെ കരങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപം എത്ര മോശമായിരുന്നാലും, നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. പക്ഷേ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദിവ്യ കരങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സമാധാനത്തിൻ്റെ ദൈവം നമ്മെല്ലാവരെയും വഴി നടത്തുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പാപഭാരവുമായി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായി, ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കുന്നവരായി, യേശുവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായി, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസമുള്ളവരായി യേശുവിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാണ് ഇന്നും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാവങ്ങളെയും ക്ഷമിക്കണം. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വിശുദ്ധന്മാരോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ശക്തിയിരിക്കണം. സകല മാനവും മഹത്വവും തിരുമിനെടുക്കണം. യേശു മൂലം താഴ്മയെ ചോദിക്കുന്ന കർത്താവെ കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.